ചിന്ന ചിമ്മിനി ചെന്തൂരുണി ആറളം പട്ടണം എന്ന് കേൾക്കുമ്പോൾ ആ കുപ്പായമിട്ട് വളപട്ടണത്ത് കുപ്പായമിട്ട സുൽത്താൻ വന്നല്ലോ. സെറ്റാണോ? സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള ജോഗ്രഫി. ഏറ്റവും പ്രധാനപ്പെട്ട വരാൻ പോകുന്ന പരീക്ഷകൾക്ക് 10th ലെവൽ പരീക്ഷ, LGS, കമ്പനി ബോർഡിനൊക്കെ 10 മാർക്കാണ് കേരള ജോഗ്രഫി. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ജില്ലകൾ പഠിക്കാനാണ്. നമ്മൾ ഇന്ന് ജില്ലകൾ പഠിക്കുകയാണ്. രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പ് എടുത്ത ക്ലാസ് കാസർഗോഡ് ജില്ല. ആ ക്ലാസിന്റെ വീഡിയോ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. കൂട്ടുകാർ അത് കാണാം. നമ്മുടെ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുക, കേരള ജോഗ്രഫി. പിള്ളേരെ, ഞാൻ വളരെ കൃത്യമായിട്ട് 5 വർഷം മുമ്പ് കേരള ജോഗ്രഫിയുടെ ഒരു ക്ലാസ് എടുത്തിരുന്നു. ഇതുപോലെ ജില്ലകൾ കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കണ്ണൂരൊക്കെ. എനിക്ക് ഓർമ്മയുണ്ട്, 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കൊറോണ സമയത്ത് എടുത്ത ക്ലാസ്സാണ്. അന്ന് 1 ലക്ഷം വ്യൂസ് കിട്ടിയ യൂട്യൂബ് വീഡിയോ ആയിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചു, ഇത് വളരെ ബേസിക് കാര്യമല്ലേ, സിമ്പിൾ കേരളത്തിലെ കാര്യങ്ങളല്ലേ. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് പിള്ളേർ എന്തിനാണ് ഇതിങ്ങനെ കാണുന്നത്? വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രയാസമുള്ള ടോപ്പിക്കുകളൊക്കെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അതിനൊന്നും ഇല്ലാത്ത വ്യൂ ഇതിന് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി, കൂടുതൽ ആളുകൾ നെഗറ്റീവ് അടിക്കുന്നതും വളരെ സിമ്പിൾ ആണെങ്കിലും കൂടുതൽ കുട്ടികൾക്ക് പെട്ടെന്ന് മറന്നു പോകുന്നതുമായ ഒരു ടോപ്പിക്കാണ് കേരള ജോഗ്രഫിയിൽ, പ്രത്യേകിച്ച് ജില്ലകളൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന്, ഇപ്പൊ എന്റെ സ്ക്രീനിൽ കണ്ടല്ലോ, അടിപൊളി PDF നിങ്ങൾക്ക് വേണ്ടി പുതിയ PDF സെറ്റ് ചെയ്താണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് കാണാൻ പറയുക. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് 14 ജില്ലയും ക്ലാസ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തണം. എല്ലാവരും കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തില്ലേ നിങ്ങൾക്ക് അടുത്ത ജില്ലകൾ ഇതുപോലെ 14 ജില്ല നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് തുടങ്ങാം. സെറ്റല്ലേ? എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം കണ്ണൂർ ജില്ല എന്ന് കേൾക്കുമ്പോൾ തെയ്യത്തിന്റെയും തിറകളുടെയും നാടായ കണ്ണൂർ. ആ കണ്ണൂരിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പല കാര്യങ്ങളും പഠിക്കാൻ. റാങ്ക് ഫയലൊക്കെ ഒരുപാട് ഉണ്ടാകും കേരളത്തിലെ ഓരോ ജില്ലകളെ. എല്ലാം ഒന്നും നമുക്ക് PSC പരീക്ഷയ്ക്ക് ആവശ്യമില്ല. ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് തരുന്നത് കേട്ടോ. ഇതിന്റെ PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാം ലിങ്ക് കമന്റിൽ ഉണ്ടാവും. ചരിത്രത്തിലേക്ക് പോകാം നമുക്ക്. കണ്ണൂരിന്റെ ചരിത്രം. പ്രാചീന കാലത്ത് ഈ പറയുന്ന കണ്ണൂർ എന്ന് പറയുന്ന മേഖല കോലത്തുനാടിന്റെ ഭാഗമായിരുന്നു. കോലത്തുനാട്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ കോലങ്ങൾ ആലോചിക്കുക. പല കോലങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ കോലമല്ല, ഇത് കോലത്തുനാട്. ഏതാണ് മക്കളെ? കോലത്തുനാട്. ആ കോലത്തുനാടിന്റെ ആസ്ഥാനമായിരുന്നു, അല്ലെങ്കിൽ തലസ്ഥാനമായിരുന്നു കണ്ണൂർ. ഇന്നത്തെ കണ്ണൂർ കോലത്തുനാട്. അവിടെ ഭരിച്ചിരുന്ന രാജാവിന്റെ പേര് കോലത്തിരി. തൊട്ടടുത്തത് ആ കോഴിക്കോട്. നമുക്ക് അടുത്ത ജില്ല കോഴിക്കോട് പഠിക്കാനുണ്ടല്ലേ. ആ കോഴിക്കോട് സാമൂതിരി, കോലത്തിരി, തിരിമാരുടെ കളികൾ കണ്ടോ? എന്ത് രസമാണ് പഠിക്കാൻ. ചരിത്രത്തിലെ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കോലത്തുനാട്, കോലത്തിരി. സെറ്റാണോ? കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഏക മുസ്ലിം രാജവംശം. വളരെ കൃത്യമായിട്ട് പഠിക്കണം. അറക്കൽ രാജവംശം. നമ്മൾ അറക്കൽ ബീവി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? ഒരു പക്ഷേ പൃഥ്വിരാജിന്റെ സിനിമ, ആ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആ സിനിമ അറിയുന്നവരെ അത് കമന്റ് ചെയ്യും. ആ സിനിമയിലൊക്കെ അറക്കൽ രാജവംശം കാണിക്കുന്നുണ്ട്. ഏതാണ് സിനിമ? ഉറുമിയാണ് അല്ലെ? അങ്ങനെയാണ് ഒരു ചോദ്യം, ചുമ്മാ ചോദിക്കുകയാണ്. ഉറുമി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് ഉറുമി? പറഞ്ഞു വന്നത് അറക്കൽ രാജവംശം. ആ രാജവംശത്തിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. അപ്പൊ കോലത്തിരിയുടെ തലസ്ഥാനം ഈ പറയുന്ന കണ്ണൂരായിരുന്നു ചരിത്രത്തില്. അറക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനവും കണ്ണൂരായിരുന്നു. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ ചിറക്കൽ അല്ലേ? അറക്കൽ. നോക്കൂ, അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന് പുറത്തും ഭരണപ്രദേശമുണ്ടായിരുന്ന രാജവംശമാണ് ലക്ഷദ്വീപ്. ഈ പറയുന്ന അറക്കൽ രാജവംശത്തിന് അവിടെ ഒരുപാട് മുസ്ലിം ജനസമൂഹമൊക്കെ വസിക്കുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ്. അപ്പൊ അവിടെ ഈ അറക്കൽ രാജവംശത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു കേട്ടോ. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അറക്കൽ രാജവംശത്തിന്റെ ഒരു ഭാഗമായിരുന്നു നമ്മുടെ ലക്ഷദ്വീപ്. അറക്കൽ ബീവി എന്നൊരു പ്രശസ്തമായ കവിതയുണ്ട്. അറക്കൽ ബീവി എന്ന കവിത രചിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ എന്ന സാഹിത്യകാരനാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ, പഠിച്ചു വെച്ചേക്ക. അറക്കൽ ബീവി, ഏഴാച്ചേരി രാമചന്ദ്രന്റെ കൃതിയാണ്, കവിതയാണ് അറക്കൽ ബീവി. മലയാള പൊന്ന്, ഇത് അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു PYQ പഠിക്കുക. മലയാള പൊന്നും നമ്മുടെ അറക്കൽ ബീവിയും. ആരുടേതാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ടൂണൊന്നുമില്ല, അങ്ങ് പാടുക, ചുമ്മാ പഠിക്കുക. അപ്പൊ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു വസ്തുത കൂടി പറയട്ടെ. ഞാൻ പ്രാചീന കാലത്ത് ഏഴിമല എന്നൊരു പ്രദേശം,
അവിടെ ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു. കണ്ണൂർ ജില്ലയില് ഇപ്പൊ നമ്മൾ കോലത്തുനാട് പറഞ്ഞു, കോലത്തുനാട് കണ്ണൂര്, അറയ്ക്കൽ രാജവംശം കണ്ണൂര്. അതുപോലെ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് എന്ത്? മൂഷക രാജവംശം. മൂഷക രാജവംശം, മൂഷക രാജവംശം കോലത്തുനാട് പഠിച്ചോ, അറയ്ക്കൽ കുടുംബം അല്ലെങ്കിൽ അറയ്ക്കൽ രാജവംശം പഠിച്ചോ, മൂഷക രാജവംശമാണ് മൂന്നാമത്തത്. പ്രാചീന കാലത്ത് ഏഴിമല, ആ ഏഴിമല നിങ്ങൾ കേട്ടില്ലേ? നമുക്ക് പൈതൽ മല, പുരളിമല, ഏഴിമല ഒക്കെ കേൾക്കാനുണ്ട്. അപ്പൊ ഏഴിമല എന്ന് പറയും, നിങ്ങൾ കേട്ടോ ഒരു പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി എവിടെയാണ്? ഏഴിമലയിൽ. ഇന്ന് ഏഴിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എന്തുണ്ട്? ഏറ്റവും വലിയ നാവിക അക്കാദമി ഉണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രം, അക്കാദമി അവിടെയാണ് ഏഴിമലയിൽ കേട്ടോ. നമുക്കത് കാണിക്കാം, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഏഴിമലയില് ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു മൂഷക രാജവംശം. അന്നത്തെ കാലത്ത് ഏഴിമല എന്നൊന്നുമല്ല വിളിക്കുക, എലിനാട്. നോക്കൂ, അന്നത്തെ കാലത്ത് എന്തായിരുന്നു അറിയപ്പെടുന്ന ഏഴിമലയെ? എലിനാട്. അതുകൊണ്ടാണ് മൂഷക രാജവംശം. എലിനാട്, മൂഷക രാജവംശം. കിട്ടുമല്ലോ, മൂഷകൻ എലി, സിമ്പിൾ ആണ്. ഓക്കെ, അവിടെ മൂഷക വംശം എന്നൊരു കൃതിയുണ്ട്. PYQ ആണ്, റിപ്പീറ്റ് PYQ. അതായത് ഇതൊക്കെ സ്ഥിരം PYQ ആണ്. എന്റെ മൂഷക വംശം എന്ന കൃതിയുടെ കർത്താവ് അതുലൻ. അതുലൻ, അതുലൻ നമ്മുടെ നാട്ടിലെ വളരെ കോമൺ ആയ ഒരു പേരാണ് അതുല്. അപ്പൊ മൂഷക വംശം, അതുലൻ, അതുലൻ, അതുലൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. മൂഷക വംശം എന്ന കൃതി രചിച്ചത് അതുലൻ അല്ലേ? അതുപോലെ തന്നെ അറയ്ക്കൽ ബീവി എന്ന കവിത രചിച്ചത് എഴാച്ചേരി രാമചന്ദ്രൻ. സെറ്റാണോടാ? അങ്ങനെയാണെങ്കിൽ ചരിത്രരേഖകളിൽ ഈ പറയുന്ന മൂഷക വംശം ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി അന്ന് അറിയപ്പെടുന്നത് നൗറയാണ്. നൗറ എന്ന് വെച്ചാൽ പ്രാചീന കാലത്ത് കണ്ണൂരിലെ ആ ഒരു തുറമുഖം അറിയപ്പെടുന്നത് നൗറ എന്നാണ്. അപ്പൊ പ്രാചീന കാലത്ത് കണ്ണൂർ തുറമുഖം അറിയപ്പെട്ടിരുന്ന പേര് ചോദിക്കും, PYQ ആണ്, പഠിച്ചു വെക്കുക. PYQ ആണ് നൗറ. പ്രാചീന കാലത്ത് കണ്ണൂർ എന്ന് പറഞ്ഞ ജില്ല തന്നെ അല്ലെങ്കിൽ ആ പ്രദേശം തന്നെ അറിയപ്പെട്ടിരുന്നത് നൗറ എന്നാണ്. ആക്ച്വലി ഈ പറയുന്ന മൂഷക രാജവംശം അവരുടെ പ്രധാനപ്പെട്ട തുറമുഖം ആ ഒരു മേഖല അറിയപ്പെടുന്ന നൗറ. നൗറ, കണ്ണൂർ, നൗറ. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് പഠിക്കുക ബന്ധം. നൗറ, നൗറ, കണ്ണൂര് എന്ത് പേര് അറിയപ്പെടുന്ന നൗറ. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പുറത്തിറക്കിയ ജർമ്മൻ മിഷണറി ആയിരുന്ന ഹെർമൻ ഗുണ്ടറ്റ്, ഗുണ്ടബിനു എന്നൊക്കെ ഞാൻ കോഡാക്കി പഠിപ്പിക്കാറുണ്ട് അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം പുറത്തിറക്കിയ ഒരു ഗുണ്ടയാണ്. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ഇല്ലിയൊക്കെ കൂട്ടിയിട്ട് ഒരു കുന്നിന്റെ മുകളിൽ ഇരുന്നു. തലശ്ശേരി ഇല്ലിയൊക്കെ കൂട്ടിയിട്ട് കുന്നിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ആ മനുഷ്യൻ എന്തുണ്ടാക്കിയത്? ആദ്യത്തെ പത്രം അച്ചടിച്ചത്. രാജ്യത്ത് മൊത്തം രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ പത്രം അല്ലേ? ഏത് വർഷമാണ് രാജ്യസമാചാരം പുറത്തിറക്കിയത്? ഏത് വർഷമാണ്? എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയുന്നവർ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്നവർ കമന്റ് ചെയ്താൽ, ഇല്ലെങ്കിൽ ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പുറത്തിറക്കിയത് ജർമ്മൻ മിഷണറി ആയിരുന്ന ഹെർമൻ ഗുണ്ടറ്റാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് ഇവിടെ ഉണ്ട്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി, രാജ്യസമാചാരം പുറത്തിറക്കിയ ഒരു ട്രിക്കാണ്, ഒരു ഹിന്റ് പറഞ്ഞതാണ്. അറിയുന്നവർ കമന്റ് ചെയ്യും. അപ്പൊ ഇല്ലിക്കുന്ന്, തലശ്ശേരി. നമുക്കിനി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് രണ്ട് കോട്ടകൾ പരിചയപ്പെടാം. കണ്ണൂർ ജില്ലയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം. കണ്ണൂർ കോട്ട, തലശ്ശേരി കോട്ട, രണ്ടും ഞാൻ ഇതാ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, സോറി യെല്ലോ കളറിൽ. എന്താണത്? തലശ്ശേരി കോട്ടയുടെയും കണ്ണൂർ കോട്ടയുടെയും പ്രത്യേകത നോക്കൂ. കണ്ണൂർ കോട്ട രണ്ടും ഒന്നാണെന്ന് പണ്ട് വിചാരിക്കും അല്ലെ? അല്ല. ഇവിടെ കണ്ണൂർ കോട്ട എന്ന് വിളിക്കുന്നത് ഇത് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ്. ആരാണ് കണ്ണൂർ കോട്ട? പോർച്ചുഗീസുകാർ. നമുക്കറിയാം വാസ്കോഡഗാമ ആദ്യമായിട്ട് കോഴിക്കോട് കാപ്പാട് വരുന്നു. സാമൂതിരി പറയും വിട്ടവണ്ടി എന്നല്ലേ. പിന്നീട് അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ കപ്പിൽ പോയിട്ട് മുട്ടുന്നത് കോലത്തുനാട്ടിലാണ്. അവിടെ കണ്ണൂരിലുള്ള കോലത്തിരി എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ പോർച്ചുഗീസുകളുടെ തട്ടകമായിരുന്നു എന്ന് ആലോചിച്ച് വെക്കുക. സെന്റ് ഏഞ്ചലോസ് കോട്ട, സെന്റ് ഏഞ്ചലോസ് കോട്ട പഠിച്ചു വെക്കണം. സെന്റ് ഏഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയുടെ പേര് ഒരു മേഡമാണ്, ഒരു ഏഞ്ചൽ. ഞാൻ നമ്മുടെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ? ചരിത്രത്തിന്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഏഞ്ചൽ ഇതാ വരികയാണ്, ഒരു മേഡം. മേഡം നമ്മൾ പറയാറില്ലേ? യെസ് മേഡം, കമിങ് മേഡം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഏഞ്ചൽ എന്ന് പറയുന്ന മേഡം വരികയാണ്. അവരെങ്ങോട്ട് വരുന്നു? ആ മേഡം വരുന്നു. ഏഞ്ചലിനെ പോലെ കണ്ണൂരേക്ക്. പോർച്ചുഗീസുകാരനാണ് കേട്ടോ വൈസ്രോയി. സെന്റ് ഏഞ്ചലോസ് കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 ഓക്കെ ആണോ? പോർച്ചുഗീസുകാരാണ് കണ്ണൂർ കോട്ട. അങ്ങനെയാണെങ്കിൽ തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ചത് ആരോട് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരാണ്. അവിടെ രണ്ട് കൃതികൾ ഞാൻ പറയട്ടെ. കണ്ണൂർ കോട്ട എന്നൊരു കൃതിയുണ്ട്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കണ്ണൂർ കോട്ട. അപ്പൊ കണ്ണൂർ കോട്ട എന്ന കൃതി രചിച്ചത് ഒരുപാട് കൃതികളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കെ ബാലകൃഷ്ണനാണ് കണ്ണൂർ കോട്ട എന്ന കൃതി രചിച്ചത്. പഠിച്ചു വെച്ചേക്കുക, ബൈഹാർട്ട് ചെയ്യുക. കണ്ണൂർ കോട്ട എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്.
കണ്ണൂർ കോട്ട കവിത കടമ്മനിട്ട രാമകൃഷ്ണൻ കടം കണ്ണൂരിൽ നിന്ന് കോട്ട് കടം വാങ്ങി കവിതയുടെ അടുത്ത് നിന്നോ അങ്ങനെ ആലോചിച്ചോ, കവിതയുടെ അടുത്ത് നിന്നും കണ്ണൂർ പോയിട്ട് ഒരു കോട്ട് വാങ്ങി കടമായിട്ട്. ഓക്കെ, ചുമ്മാ. അപ്പൊ നിങ്ങളെ മനസ്സിൽ കെ ബാലകൃഷ്ണനും അതല്ലെങ്കിൽ കടമ്മനിട്ടയൊക്കെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. കടമ്മനിട്ടയെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, കലാ സാഹിത്യ സാംസ്കാരിക ക്ലാസ് പറയാം. അപ്പൊ കണ്ണൂർ കോട്ട എന്ന കൃതി രചിച്ചത് കെ ബാലകൃഷ്ണനാണെങ്കിൽ കണ്ണൂർ കോട്ട എന്ന കവിത രചിച്ചത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. സെറ്റ്. നോക്കൂ, ഏറ്റവും കൂടുതൽ തീരമുള്ള കേരളത്തിലെ ജില്ല, തീരദേശം. എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർ അങ്ങോട്ട് വന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന മൂഷക വംശം നൗറ എന്നൊക്കെ അറിയപ്പെടുന്ന തീരപ്രദേശം? അപ്പൊ അതുകൊണ്ട് ആലോചിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് മക്കളെ കണ്ണൂർ ജില്ലയിലാണ്. ഇതൊരു 5 തവണയെങ്കിലും ഈ കഴിഞ്ഞ ഒരു 3 കൊല്ലം കൊണ്ട് ചോദിച്ചു. ഞാൻ ഒരു ചോദ്യം മാത്രം ഉൾപ്പെടുത്തിയത്, ബാക്കി 4-5 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല. സ്ഥിരം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് കണ്ണൂർ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് അത് കൊല്ലം. കടപ്പുറം ഒരുപാടുണ്ട് എന്ന് ആലോചിക്കുക. കടൽ ഒരുപാട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് കശുവണ്ടികൾ കശുവണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രതീതിയാണ് കണ്ണൂർ പ്രത്യേകമായ ഒരു മണ്ണുണ്ട്. ആ മണ്ണേതാ നിങ്ങൾക്ക് അറിയാം? കണ്ണൂരുള്ള മണ്ണേതാളാവുന്ന കമന്റ് ചെയ്ത കണ്ണൂരുകാരൊക്കെ. ആ മണ്ണിൽ നന്നായിട്ട് വളരുന്ന കശുവണ്ടി. കടപ്പുറം ഇങ്ങനെ ഫുള്ളായിട്ട് ബീച്ച് ഒരുപാടുണ്ട്, അവിടെയൊക്കെ കശുവണ്ടി ഉണ്ട്. അപ്പൊ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? ചോദ്യമാണ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? അത് കണ്ണൂരാണ്. എന്നാൽ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഫാക്ടറികൾ ഞാനിതിവിടെ എഴുതുന്നില്ല. കശുവണ്ടി ഫാക്ടറികൾ കേട്ടോ. ഫാക്ടറികൾ എവിടെയാണ്? നമ്മുടെ കൊല്ലത്താണ്. ഒന്നുകൂടി പറയട്ടെ, തെറ്റിപ്പോകരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ചോദിച്ചാൽ കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ ചോദിച്ചാൽ അത് കണ്ണൂരാണ്. എന്നാൽ കടൽത്തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലമാണ്. ആ കുറവുള്ള ജില്ലയിലാണ് കശുവണ്ടി ഫാക്ടറികൾ കൂടുതലുള്ളത്. കൊല്ലം. ഇഷ്ടപ്പെട്ട് പഠിച്ചേ, അതൊരു ബന്ധം ഉണ്ടാക്കി പഠിച്ചേ. കണ്ണൂര് കടൽത്തീരം ഏറ്റവും കൂടുതലുണ്ട്. ഓക്കെ ആണേ? അവിടെ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. സെറ്റ്. യെസ്. അങ്ങനെയാണെങ്കിൽ കടൽത്തീരം ഏറ്റവും കുറവുള്ളത് കൊല്ലത്ത്, എന്നാൽ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലോ അത് കൊല്ലത്താണ്. ക്ലിയർ? കേരളത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിന്റെ കിരീടം നമ്മുടെ കണ്ണൂരാടാ. കിരീടം കണ്ണൂർ അല്ലേ? തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൈത്തറി വ്യവസായങ്ങളുടെ നാട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൈത്തറി വ്യവസായത്തിന് പേര് കേട്ട നാടാണ് കണ്ണൂരുകാർ അല്ലെ? കണ്ണൂരുകാർക്ക് നിങ്ങൾക്കറിയാം അവിടെ കൈത്തറി വ്യവസായങ്ങൾ വളരെ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ലയാണ് അല്ലെ? ലോകത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട വസ്ത്രം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു സ്ഥലമാണ് മാഞ്ചസ്റ്റർ. അപ്പൊ അതുകൊണ്ട് ആലോചിക്കുക, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല, കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച്. ഏക എന്ന് പറയാൻ പറ്റില്ല, വേറെ ഡ്രൈവിംഗ് ബീച്ചുകൾ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായ ഡ്രൈവിംഗ് ബീച്ചാണ് ഇത്, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് അല്ലേ? അവിടെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക സെറ്റപ്പാണ് അവിടെ. കാണാനും വണ്ടി ഓടിക്കാനും ഒക്കെ. നമുക്ക് മറ്റ് ബീച്ചുകളൊന്നും കാറൊന്നും ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ് മുഴപ്പിലങ്ങാട്. പഠിക്കണേ, സ്ഥിരം ചോദ്യമാണ്. ഒരു 100 തവണയെങ്കിലും ഈ 5 കൊല്ലം കൊണ്ട് ചോദിച്ചിട്ടുണ്ടാവും. മുഴപ്പിലങ്ങാട് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് മക്കളെ, കടൽത്തീരം ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടൽക്കാടുകൾ അല്ലെ? കല്ലേൻ പൊക്കുടനെ കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറയും. അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട് SCERT ക്ലാസ്സിൽ. അപ്പൊ ഞാൻ പറയും, അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ പരാമർശിക്കാനുണ്ട്. അപ്പൊ കല്ലേൻ പൊക്കുടൻ, ചുട്ടാച്ചി പോലുള്ള കൃതികളുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം എന്ന കൃതിയുണ്ട് പറയാൻ. അപ്പൊ കല്ലേൻ പൊക്കുടന്റെ ഒക്കെ നാടാണ് കണ്ണൂർ ജില്ല. ആലോചിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളത്, കേരളത്തിന്റെ കിരീടം, തെയ്യങ്ങളുടെയും തിറകളുടെയും നാട്, കൈത്തറി വ്യവസായങ്ങളുടെ നാട്, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ. ഇതെല്ലാം ഏതെന്ന് ചോദിച്ചാൽ പറയണം, നിസ്സംശയം പറയണം, കണ്ണൂർ. സജല്ലേ? കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. എല്ലാം PYQ ആണ്. കണ്ടോ? 2023 മറ്റൊരു ചോദ്യമാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല കണ്ണൂർ. പട്ടികജാതി നിരക്ക് വളരെ വളരെ ശ്രദ്ധിക്കണം അമ്പാനെ. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് എവിടെ ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്ക്, അറിയാത്ത നോട്ട് ചെയ്ത് വെച്ചോ. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിക്കുന്ന. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ചോദിച്ചാൽ ഉത്തരം അത് വയനാടാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? പട്ടികജാതി നിരക്ക് ചോദിച്ചാൽ ഏറ്റവും കൂടുതലുള്ളതോ അതും പാലക്കാടാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള പാലക്കാട്, പട്ടികജാതി നിരക്ക് കൂടുതലുള്ളതും പാലക്കാട്. പട്ടികജാതിക്കാർ ആ ഒരു വിഭാഗം കുറവുള്ള ജില്ല വയനാട്.
എന്നാൽ പട്ടികജാതി നിരക്ക് കുറവുള്ളത് അവിടെ ഒരുപാട് ആളുകളില്ല. വയനാട് നിരക്ക് നമ്മൾ പറയുന്ന സമയത്തില്ലേ പെർസെൻറ്റേജിലേക്ക് കണക്കാക്കുമ്പോൾ ആളുകളുടെ എണ്ണം നോക്കിയിട്ട് വയനാട് ആളുകൾ വെച്ച് നോക്കുമ്പോൾ ഈ നിരക്ക് അതിനേക്കാൾ കുറവുള്ളത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. നമ്മൾ സാധാരണ പട്ടികജാതി നിരക്ക്, പട്ടികവർഗ നിരക്ക് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രശ്നമുള്ള ഒരു സാധനം ഇതാണ്. ഇത് എപ്പോഴും ചോദിക്കാറുമുണ്ട്. പഠിച്ചു വെക്കുക. കേരളത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ളത് വയനാടാണെങ്കിൽ പട്ടികജാതിക്കാരുടെ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തൊട്ടടുത്തുള്ള കണ്ണൂർ ജില്ലയാണ്. നമുക്ക് വയനാട് അടുത്ത് ക്ലാസ് പഠിക്കട്ടോ. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല. ഈ കൈത്തറിയും ഈ തിറയും തെയ്യവും ഒക്കെ ഉള്ള നാട്. ആ നാട്ടില് പ്രാഥമിക വിദ്യാഭ്യാസം. കണ്ണൂരുകാരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരെ ചിന്തിക്കുക. കണ്ണൂരുകാരൊക്കെ ഒന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യടാ. ഇവിടെ ഫസ്റ്റ് കമന്റിൽ ഏതെങ്കിലും ഒരാൾ ഇതാ കണ്ണൂരാണ് ഞാൻ എന്ന് പറയും. അപ്പൊ നിങ്ങൾ കണ്ണൂരുകാർ ഇത് കേൾക്കുന്നവർ കാണുന്നവർ ലൈക്ക് അടിക്കട്ടോ കമന്റ് നോക്കിയിട്ട്. അങ്ങനെ എത്ര ലൈക്ക് കണ്ണൂരുകാർ ആ ഒരു കമന്റിന് അടിക്കുന്നു നോക്കട്ടെ. ഏതെങ്കിലും ഒരാൾ കമന്റ് ചെയ്യും, ആ കമന്റിലേക്ക് ലൈക്ക് അടിക്കും. അപ്പൊ നമ്മുടെ കണ്ണൂരുകാരെ പവർ വരും. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ജില്ലയും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ 6ാമത്തെയും അവസാനം രൂപം കൊണ്ടതുമായ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ. ഇതൊരു PY കേട്ടോ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ കോർപ്പറേഷനാണ്. കാസർഗോഡ് കോർപ്പറേഷൻ ഇല്ല കേട്ടോ. കേരളത്തിൽ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. കണ്ണൂരാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ് ചോദിച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലാണ് ജയിൽ മ്യൂസിയം. മക്കളെ, പ്രാഥമിക വിദ്യാഭ്യാസം പോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ്. എന്താണ്? ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. കേരളത്തിലെ ആദ്യ പലിശരഹിത ബാങ്ക് നിലവിൽ വന്ന ജില്ല. കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത ബാങ്ക്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറന്റ് ആരംഭിച്ചു. റോബോട്ടിന് വെച്ച റെസ്റ്റോറന്റ്, പലിശരഹിത ബാങ്ക്, ഇതൊക്കെ ഇവിടെ വന്നു, നമ്മുടെ കണ്ണൂർ വന്നു കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പലിശരഹിത ബാങ്ക്, ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറന്റ്. ഇനി കണ്ണൂർകാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തലശ്ശേരിക്കാർ ഈ ക്ലാസ് കാണുന്നുണ്ടോടാ? തലശ്ശേരി കേൾക്കുമ്പോൾ തലശ്ശേരി ബിരിയാണി ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരിക. തലശ്ശേരി ബിരിയാണി എന്നാണ് ആ ഒരു തലശ്ശേരി പെരുമ അല്ലേ? എവിടെ നോക്കിയാലും ഇപ്പൊ ഡൽഹി പോലും തലശ്ശേരി ബിരിയാണി കാണാം അല്ലേ? വിദേശത്തൊക്കെ പോയാലും കാണാൻ പറ്റും. അപ്പൊ 3 സീകളുടെ നാടാണ് നമ്മുടെ തലശ്ശേരി. 3 സീകളുടെ നാടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്പോട്ട് കേട്ടോ. അവിടെ ക്രിക്കറ്റ് ഉണ്ട്, അവിടെ കേക്ക് ഉണ്ട്, അവിടെ സർക്കസ് ഉണ്ട്. 3 സീകൾ, കേക്കിന്റെയും ക്രിക്കറ്റിന്റെയും സർക്കസിന്റെയും നാടാണ് തലശ്ശേരി. കേട്ടോടാ, തലശ്ശേരി തലശ്ശേരി. അപ്പൊ 3 സീകളുടെ നഗരം. കേരളത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് മത്സരം നടന്നത് തലശ്ശേരിയാണ്. ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ടത് തലശ്ശേരിയാണ്. കേരളത്തിൽ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചു അഥവാ കേക്ക് ആരംഭിച്ചു എവിടെയാണ്? തലശ്ശേരിയാണ്. ഇന്ത്യയിൽ സർക്കസിന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. അവിടെ സർക്കസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം, ഒരു GK നിങ്ങൾ PYക്ക് പഠിച്ചു വെക്കണം. കേരള സർക്കസിന്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി അച്ചോ ഏതോ സിനിമയുണ്ടല്ലേ, വല്ലാത്ത സർക്കസ് ഒക്കെ കളിക്കുന്ന സിനിമ ഉണ്ട്. കീലേരി അച്ചോ എന്നൊക്കെ പറഞ്ഞത് സിനിമയിൽ വരുന്നില്ലേ? ഏതാണ് സിനിമ അറിയുന്നൊരു കമന്റ് ചെയ്ത്. അപ്പൊ ഇത് കീലേരി കുഞ്ഞിക്കണ്ണൻ. ആരാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ? കേരള സർക്കസിന്റെ പിതാവ്. അദ്ദേഹമാണ് മലബാർ സർക്കസ് ഒക്കെ സ്ഥാപിച്ചത്. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വയലേരി അത് വേറെയാണ്. അതും കണ്ണൂരിനെ കുറിച്ച് നമ്മൾ പറയണം. വയലേരി കുഞ്ഞിക്കണ്ണൻ, ഇത് കീലേരി. വയലേരി കുഞ്ഞിക്കണ്ണൻ. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. വയലേരി കുഞ്ഞിക്കണ്ണൻ ആരാണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ. ഇത് കീലേരി കുഞ്ഞിക്കണ്ണൻ. മാറരുത്, മറക്കരുത്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം പുറത്തിറക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് കണ്ണൂരിലാണെന്ന്. പക്ഷെ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തലശ്ശേരിയാണ്. ഹെർമൻ ഗുണ്ടർട്ട് ജർമ്മൻ മിഷണറി ആയിരുന്നു. അദ്ദേഹം ഇല്ലിക്കുന്ന് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഈ രാജ്യസമാചാരമൊക്കെ പുറത്തിറക്കി അദ്ദേഹം താമസിച്ചിരുന്ന ഈ പറയുന്ന ഗുണ്ടർട്ട് ബംഗ്ലാവ് എന്നൊക്കെ വിളിക്കും കേട്ടോ. അത് തലശ്ശേരിയാണ്. എടാ, ഇന്ത്യയിൽ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലനം, സർക്കസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തലശ്ശേരി വരണം. ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരി, സർക്കസ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്ഷേത്രമാണ് ശ്രീ ജഗന്നാഥ ക്ഷേത്രം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ക്ഷേത്രങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഇമ്പോർട്ടന്റ്. അതിലൊന്നാണ് ശ്രീ ജഗന്നാഥ ക്ഷേത്രം. പഴശ്ശി വിപ്ലവങ്ങൾക്ക് സാക്ഷിയായ പുരളിമല, പുരളീശമ്മൻ, PSCയുടെ PYക്കാണ്. പുരളീശമ്മൻ എന്നറിയപ്പെടുന്ന ആരാണ്? പുരളിമലയുടെ പ്രധാനപ്പെട്ട നായകൻ അല്ലെ, പുരളീശമ്മൻ എന്നൊക്കെ വിളിച്ചിരുന്നത് പഴശ്ശിയാണ്. അപ്പൊ പുരളിമല എവിടെയാണ്? ഈ പറയുന്ന തലശ്ശേരിയാണ്.
ജീവിച്ചിരിക്കെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നഗരവും തലശ്ശേരിയാണ്. ഒരുപാട് വൈവിധ്യങ്ങളില്ലടാ. സർക്കസും ക്രിക്കറ്റും കേക്കും മാത്രമാണോ? അല്ല. രാജ്യസമാചാരം ആദ്യത്തെ പത്രം പുറത്തിറങ്ങിയതും ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിച്ചതും ജഗന്നാഥ ക്ഷേത്രമുള്ളതും അതുപോലെ തന്നെ പഴശ്ശിരാജയുടെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രദേശമായ പുരളിമല സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയിലെ തന്നെ ഗുരുവിന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രതിമ ആദ്യമായിട്ട് വരുന്ന നഗരവും തലശ്ശേരിയാണ്. നമുക്ക് പയ്യന്നൂരേക്ക് പോയാലോ? പയ്യന്നൂർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് PSCയുടെ എത്ര തവണയാ ഈ ചോദ്യം ചോദിച്ചത് PSCക്ക് പോലും ഒരു ഉറപ്പുണ്ടാവില്ല. അത്രയും തവണ ചോദിച്ചു. പയ്യന്നൂർ, രണ്ടാം ബർദോളി, കേരളത്തില് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാനപ്പെട്ട വേദിയായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് പയ്യന്നൂർ. പയ്യന്നൂർ കടപ്പുറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അപ്പൊ പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാനപ്പെട്ട വേദി. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928 കാര്യം മറക്കണ്ട. അത് ബർദോളി സത്യാഗ്രഹം. ഇത് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല നമ്മൾ കണ്ണൂർ പറഞ്ഞെങ്കിലും ആദ്യത്തെ മുനിസിപ്പാലിറ്റി അത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം. അവിടെ പയ്യന്മാരൊക്കെ സെറ്റായി 100%. പയ്യന്മാരെല്ലാം 100% വിദ്യാഭ്യാസം നേടി. അതുകൊണ്ട് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി. അങ്ങനെയാണെങ്കിൽ PSC ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിട്ട് അമരത്തേക്ക് നമ്മുടെ നെഹ്റു വരുന്നത് 1929 അല്ലെ? 1929 ലാഹോർ സമ്മേളനത്തിലാണ് INCയുടെ തലപ്പത്തേക്ക് നെഹ്റു വരുന്നത്. നെഹ്റു INCയുടെ തലപ്പത്തേക്ക് വരുന്നതിന് ഒരു കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു റിപ്പോർട്ടൊക്കെ വെച്ച വർഷം 1928 അല്ലെ? അതുകൊണ്ട് തന്നെ ബർദോളി സത്യാഗ്രഹം നടന്ന 28. ഈ വർഷമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നമ്മുടെ പയ്യന്നൂരിൽ വെച്ചിട്ട് എന്ത് നടക്കുന്നു? അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, പയ്യന്നൂർ സമ്മേളനം ഏത് വർഷം? 1928. പയ്യന്നൂർ വെച്ചിട്ട് ആരാധ്യക്ഷൻ? നെഹ്റുവാണ്, മറക്കണ്ട. അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1928 പയ്യന്നൂർ. ആരാധ്യക്ഷൻ? നെഹ്റു അധ്യക്ഷൻ. അതിനുശേഷം 29 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് ആര് വരുന്നു? നെഹ്റു വരുന്നു. ലാഹോർ സമ്മേളനം. രണ്ടും കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കേരളത്തിൽ വരുന്നു, അധ്യക്ഷനാവുന്നു. പിന്നീട് പിറ്റേത്തെ കൊല്ലം ഇന്ത്യയിൽ ലാഹോറിൽ വെച്ചിട്ട് INCയുടെ തലപ്പത്തേക്ക് വരുന്നു നെഹ്റു. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് മക്കളെ ഏത്? ആറളം വന്യജീവി സങ്കേതം. ഞാൻ പറഞ്ഞു കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ ആണ്. അതുപോലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. ആറളം എന്ന് കേൾക്കുമ്പോൾ വർഷം പഠിക്കുക. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട വർഷമാണ് 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഓപ്പറേഷൻ മേഘദൂതും നമ്മുടെ PT ഉഷ ലോസ് ഏഞ്ചൽസിൽ പോയിട്ട് അല്ലെ തോറ്റുപോയ ഒരു സംഗതിയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. PT ഉഷ ലോസ് ഏഞ്ചൽസിൽ പങ്കെടുക്കുന്നില്ലേ? യെസ്. ആ ഒരു ഒളിമ്പിക്സ് നടന്ന വർഷം. ബച്ചേന്ദ്രി പാല് എവറസ്റ്റ് കീഴടക്കിയ വർഷം. ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ വർഷം. കാസർഗോഡ് ജില്ല രൂപീകരിച്ച വർഷം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ ക്ലാസ്സിലും ഞാൻ ഇത് ഇടക്കിടക്ക് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പീഡ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിലും പറയും. അപ്പൊ നിങ്ങൾക്കറിയാം 1984 സവിശേഷതകൾ. അറിയാത്തവർ ജസ്റ്റ് കമന്റ് ഒക്കെ നോക്കിയാൽ മതി. അറിയുന്നതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അപ്പൊ 1984 കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളായ 4 എണ്ണം വരുന്നത്. 4 വന്യജീവി സങ്കേതം. ആറളം, ചിന്നാറ്, ചിമ്മിനി, ശെന്തുരുണി. ആറളം, ചിമ്മിനി, ചിന്നാർ, ശെന്തുരുണി. നല്ല രസമാണ് പഠിക്കാൻ. നല്ല കോഡൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോ കോഡെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാക്കിയ പോലെ കോഡ് അല്ലെ? ശെന്തുരുണി ഉണ്ട്, ചിമ്മിനി ഉണ്ട്, ചിന്നാറ്, ചിന്ന 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 ചിമ്മിനി, ചെന്തുരുണി, ആറളം. 84. അപ്പൊ 1984 ഈ പറയുന്ന 4 വന്യജീവി സങ്കേതങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ നാഷണൽ പാർക്ക് സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1984. 85 അത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ, മറക്കണ്ട. 1984 പ്രഖ്യാപിക്കുന്നു. ആരാണ് ആള്? ഇന്ദിരാഗാന്ധി. എന്നാൽ 1985 ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? രാജീവ് ഗാന്ധി. ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, ഈ വർഷവും ഈ ഫാക്റ്റും. സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അങ്ങനെയാണെങ്കിൽ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയുണ്ട്, അതാണ് ചീങ്കണ്ണിപ്പുഴ. ചീങ്കണ്ണി എന്ന് വിളിച്ചാൽ ഒരു ജീവിയാണ്. എന്താണ് ചീങ്കണ്ണി? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ചീങ്കണ്ണി എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനം ഉണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ. എല്ലാവർക്കും ചീങ്കണ്ണിയുടെ പേര് ചിലപ്പോൾ അറിയില്ല അല്ലേ? അപ്പൊ ആറളം വന്യജീവി, ആറളത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. അപ്പൊ സൈലന്റ് വാലിയെ കുറിച്ച് ഞാൻ പറഞ്ഞതുകൊണ്ട് പാലക്കാട് ജില്ല ക്ലാസ് എടുക്കുമ്പോൾ പറയും. എന്നാലും ചോദിക്കട്ടെ, അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കോ. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്?
സൈലന്റ് വാലി ഉദ്ഭവം, അങ്ങനെ പറഞ്ഞു നോക്കിയേ. സൈലന്റ് വാലി ഉദ്ഭവിക്കുന്നു. ഇത് എപ്പോഴും ചോദിക്കും, നെഗറ്റീവ് അടിക്കും. ഉദ്ഭവം, തൂതപ്പുഴ, ഉദ് എന്ന് എഴുതുമ്പോൾ തൂതപ്പുഴ, ഉദ്ഭവം തൂതപ്പുഴ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയുടെ ഒഴുകുന്നത് കുന്തിപ്പുഴ. കുന്തി അവിടുന്ന് പാത്രം കഴിയുന്ന കഥയൊക്കെ പറയാനുണ്ട്. പാത്രക്കടവ് പദ്ധതി നമുക്ക് പിന്നീട് പറയാം കേട്ടോ. പാത്രക്കടവ് പദ്ധതി എവിടെയാണ്? കുന്തിപ്പുഴയിലാണ്. കുന്തി പാത്രം കഴിയുന്ന കഥ പറയാനുണ്ട്. അപ്പൊ കുന്തിപ്പുഴ ഒഴുകുന്നു, ഉദ്ഭവിക്കുന്നത് തൂതപ്പുഴ, അത് സൈലന്റ് വാലി. അങ്ങനെയാണെങ്കിൽ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ചീങ്കണ്ണിപ്പുഴ. ചീങ്കണ്ണി, ആറിൽ ചീങ്കണ്ണിയുണ്ട്, ഇറങ്ങരുത്. ഇപ്പൊ മനസ്സിലായി എന്താ ചീങ്കണ്ണിന്ന്? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സെൻട്രൽ സ്റ്റേറ്റ് ഫാം കേട്ടോ, കേന്ദ്ര സ്റ്റേറ്റ് ഫാം എവിടെയുണ്ട്? ഈ പറയുന്ന ആറളത്തുണ്ട്. ആരുടെ സഹായമാണ്? ഈ സോവിയറ്റ് യൂണിയൻ. ആലോചിക്കാം. ഓക്കെ, ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭമാണ് സഹ്യാദ്രി തവിടനും നൽവരയൻ നീലിയും. ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, സഹ്യാദ്രി തവിടൻ നൽവരയൻ നീലി. മകളെ, മറ്റൊരു വന്യജീവി സങ്കേതം കൂടി എവിടെയുണ്ട്? കണ്ണൂർ ജില്ലയിലുണ്ട്, കൊട്ടിയൂർ. നിങ്ങൾ കൊട്ടിയൂര് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ? അവിടെ ആ ഒരു മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിലൂടെയൊക്കെ കൊട്ടിയൂർ അമ്പലത്തിലൊക്കെ പോയവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം അല്ലെ? മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടുത്തെ ആ ഒരു അമ്പലവും അതിന്റെ ചുറ്റുപാടൊക്കെ. കൊട്ടിയൂർ അല്ലെ, അവിടെ കൊട്ടിയൂർ മഹോത്സവത്തിലൊക്കെ പോയിണ്ടാവും. കൊട്ടിയൂർ ഒരു ശിവക്ഷേത്രമാണ്, കൂട്ടുകാർക്കറിയാം. ചോദ്യം ചോദിക്കും PSC. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കേരളത്തില് കൊട്ടിയൂർ ക്ഷേത്രം. ദക്ഷിണ വാരണാസി കേട്ടോ, കൊട്ടിയൂര്. അപ്പൊ ആ കൊട്ടിയൂര് നിങ്ങൾ പഠിച്ചു വെക്കണം. അവിടെ കൊട്ടിയൂർ എന്നൊരു ഒരു വന്യജീവി സങ്കേതത്തിന്റെ ഒരു വർഷം 2011 കൊട്ടിയൂർ വന്യജീവി സങ്കേതമായിട്ട് വരുന്നത്. 1984 ആറളം, 2011 കൊട്ടിയൂര്. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ PSC ഇഷ്ട ചോദ്യമാണ് തിരുവങ്ങാട് ക്ഷേത്രം. തിരുവങ്ങാട് ക്ഷേത്രം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവങ്ങാട് ക്ഷേത്രം. മകളെ, തിരുവങ്ങാട് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ശ്രീരാമ കേട്ടോ. തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രം എന്ന് പറയാം. ശ്രീരാമനാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. നിങ്ങൾ മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അത് ഉപ്പളക്കായലിലാണ് പതിക്കുക അല്ലെ? 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. 16 കിലോമീറ്റർ എങ്കിൽ രാമപുരം പുഴയുടെ നീളം 19 കിലോമീറ്റർ ആണ്. ഇത് കടലിൽ പതിക്കുന്നു. രാമനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ അല്ലെ, രാമൻ കടലിലേക്ക് പോകുന്നു. ഞാൻ ആ കോഡ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ പറയുന്ന മഞ്ച് ആ ഉപ്പുണ്ട് മഞ്ചില്, ഉപ്പള മഞ്ച് കടലിലേക്ക് പോകുന്നില്ല. രാമനാണ് അല്ലെ കടലിലൂടെ ഈ പറയുന്ന സീതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത്. ജനകന്റെ മോളല്ലോ കുഞ്ഞിപ്പെണ്ണ്, അവളല്ലോ രാവണൻ തമ്പ്രാൻ അടിച്ചോണ്ട് പോയത്. ചുമ്മാ പാടിയതാണ്. ഇപ്പൊ നമ്മുടെ രാവണപ്രഭുവിന്റെ ട്രെൻഡിങ് അല്ലേ, അതുകൊണ്ട് പാടിയ കേട്ടോ. അപ്പൊ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ധർമ്മടം തുരുത്ത്. മനോഹരമായ ഒരു സ്പോട്ടാണല്ലേ. ഈ മുഴപ്പിലങ്ങാട് എന്നൊക്കെ പോയാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കടലിൽ ഇങ്ങനെ നിൽക്കുന്ന ധർമ്മടം തുരുത്ത്, ധർമ്മടം ദ്വീപ്. പറശ്ശിനിക്കടവ് ഞാനിപ്പോ പറഞ്ഞു നിങ്ങളോട് ഒരുപാട് പ്രത്യേകതകൾ. ഇപ്പൊ തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം പറഞ്ഞു, കൊട്ടിയൂര് ശിവക്ഷേത്രം പറഞ്ഞു. അതുപോലെ കണ്ണൂർ എന്ന് കേട്ടാൽ, മുത്തപ്പനെ ഇഷ്ടമില്ലാത്തവർ ആരാടാ ഉള്ളത് കണ്ണൂർ എന്ന് കേട്ടാൽ അല്ലേ? മുത്തപ്പൻകാവ് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ്. അവിടെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം അല്ലെ, അവിടെ ഈ പറയുന്ന നായ്കൾ പട്ടികളൊക്കെ ഒരുപാടുണ്ടാവും. മുത്തപ്പന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന നല്ല ഈ എന്താ പറയാ തേങ്ങ കൊത്തൊക്കെ ഇട്ടുള്ള സംഗതി ഉണ്ടല്ലോ, അതിനെ പേരെന്താ പറയുക എനിക്ക് ഓർമ്മയില്ല, ഞാനത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ പറശ്ശിനിക്കടവ് ക്ഷേത്രം, അവിടെ ഒരു നദിയുണ്ട്. PSC പരീക്ഷ ചോദിക്കും. എല്ലാവരും അതിലൂടെയൊക്കെ ബോട്ടിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇപ്പം പോയവരൊക്കെ അവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. പറശ്ശിനിക്കടവ് ക്ഷേത്രം അല്ലെ, വളപട്ടണം നദി. നോക്കൂ, കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം ഗ്രാമപഞ്ചായത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും വലുത് കുമളിയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് ഇതിണ്ട് വളപട്ടണമാണ്. നോക്കൂ മക്കളെ, വളപട്ടണം പുഴയെ കപ്പായി, അതായത് കുപ്പം കായലുമായി ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ് സുൽത്താൻ. വളയിട്ട ആ പെണ്ണീനെ നമ്മുടെ സുൽത്താന് അങ്ങോട്ട് കെട്ടിക്കൊണ്ടുപോയി മകളെ. ഇപ്പൊ വളയിട്ട് വളപട്ടണത്തെ കുപ്പായമിട്ട് വന്ന സുൽത്താൻ. വളപട്ടണം എന്ന് കേൾക്കുമ്പോൾ ആ കുപ്പായമിട്ട് വളപട്ടണത്തെ കുപ്പായമിട്ട സുൽത്താൻ വന്നല്ലോ. സെറ്റാണോ? അപ്പൊ വളപട്ടണം പുഴയെ കപ്പായി അഥവാ കുപ്പം കായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് സുൽത്താൻ കനാൽ. പഠിച്ചോ? പറശ്ശിനിക്കടവ്, വളപട്ടണം, പറശ്ശിനിക്കടവ്, മുത്തപ്പൻകാവ് അല്ലെ, വളപട്ടണം. ഏറ്റവും ചെറിയ പഞ്ചായത്ത് വളപട്ടണം. കണ്ണൂർ ജില്ലയിൽ വളപട്ടണം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് പഴശ്ശി ഡാം. വള ഡാം, പഴശ്ശിയുടെ വള,
പഴശ്ശിയുടെ വള അങ്ങോട്ട് സെറ്റാക്കുക, വളയില്ല കാണിച്ചു തരാൻ. തൽക്കാലം പഴശ്ശി എന്ന് കേൾക്കുമ്പോൾ അല്ലെ ആ സിനിമയിൽ മമ്മൂട്ടിക്ക് വളയുണ്ട്. അപ്പൊ വളപട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള ഒരു കുഞ്ഞു ഡാമാണ് പഴശ്ശി ഡാം. അപ്പൊ പഴശ്ശി ഡാം എവിടെയെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വയനാടിന്റെ ക്ലാസ് എടുക്കും വ്യക്തമായിട്ട് പറഞ്ഞുതരും. പഴശ്ശി സ്മാരകം എവിടെയാണ്, പഴശ്ശി മ്യൂസിയം എവിടെയാണ്, പഴശ്ശി ഗുഹ എവിടെയാണ്, അറിയുന്നവർ കമന്റ് ചെയ്തോ. അടുത്ത ക്ലാസ് വയനാട് വരുന്നുണ്ട്, അതിൽ പറയും. മറ്റു രണ്ട് പ്രദേശങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. കല്യാശ്ശേരി നിങ്ങൾ കേട്ടുക്കോ, കേൾക്കണമില്ലെങ്കിൽ. നമ്മുടെ സഖാവ് EK നായനാർ, കേരളത്തിന്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി, എല്ലാവരുടെയും പ്രിയപ്പെട്ട EK നായനാർ സഖാവിന്റെ ജന്മസ്ഥലമാണ് കല്യാശ്ശേരി. ഒന്ന് പഠിച്ചു കേട്ടോ, എന്താണ് കല്യാശ്ശേരി. അവിടെ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ, കേരളത്തിൽ ആദ്യമായി വികേന്ദ്രീയ ആസൂത്രണം, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ EK നായനാർ, മറ്റുള്ള ഏതൊരു രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമുള്ള വ്യക്തി അല്ലേ, അവിടെയാണ് വികേന്ദ്രീയ ആസൂത്രണം ആരംഭിച്ചത്. അവിടെയാണ് അയൽക്കൂട്ടം പദ്ധതി ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം അല്ലെ, എല്ലാവരോടും അയൽവാസികളോടും എന്തെല്ലാന്നൊക്കെ ചോദിച്ചാൽ പ്രത്യേക ഒരു സംസാരമൊക്കെ ഉണ്ട് അല്ലെ നമ്മുടെ നായനാർ സഖാവിന്റെ അല്ലെ. എല്ലാവരോടും അയൽക്കൂട്ടം ആലോചിക്കുക, വികേന്ദ്രീയ ആസൂത്രണം ആലോചിക്കുക, EK നായനാർ ആലോചിക്കുക. എവിടെയാണ്? കല്യാശ്ശേരി. തെറ്റിക്കരുതേ, ഇവിടെ ഒരു പക്ഷെ നിങ്ങൾ തെറ്റിക്കും പെരളശ്ശേരി. ഇപ്പൊ തെക്കുള്ളവർക്കൊക്കെ ഒരു പക്ഷേ കണ്ണൂർ കാസർഗോഡ് മേഖലയുള്ളവർക്ക് ഇതൊക്കെ തെറ്റൂല, അല്ലാതെ തെറ്റിപ്പോകും. കല്യാശ്ശേരിയും പെരളശ്ശേരിയും ഒക്കെ. അപ്പൊ AKG എന്ന് കേൾക്കുമ്പം പേര് AKG, പാവങ്ങളുടെ പടത്തലവൻ അല്ലേ, ലോകസഭയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു, ഔദ്യോഗികമല്ല എന്നിരുന്നാലും AKG. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AKG. സഖാവ് AKGയുടെ ജന്മസ്ഥലം പെരളശ്ശേരിയാണ്. എന്നാൽ നായനാരുടേത് കല്യാശ്ശേരിയാണ്. നായനാർ എന്ന് കേൾക്കുമ്പോൾ കല്യാശ്ശേരി, കല്യാണം, നായനാരുടെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചോ. AKGയുടെ പേര് പെരളശ്ശേരി. എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യും. ഇനി ഏഴിമല, നമ്മൾ നേരത്തെ പറഞ്ഞു, ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏഴിമലയാണ്. നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലനം നമ്മൾ പറഞ്ഞു, പഠിച്ചു വെക്കണം. PYQ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കുറുവാത്തോട്ടം അഞ്ചരക്കണ്ടി കുറുവാത്തോട്ടം അഞ്ചരക്കണ്ടി. പിച്ചളപാത്രം കൂടെ പറുദീസ കുഞ്ഞിമംഗലം, ചെറിയ കുഞ്ഞിമംഗലത്തിലൊക്കെ പോകുമ്പോൾ അല്ലെ പിച്ചളപാത്രമൊക്കെ ആയിട്ട് കൊടുക്കുക, സമ്മാനം കൊടുക്കുക. പിച്ചളപാത്രം ആലോചിക്കാം. കുഞ്ഞുങ്ങൾ മംഗലം കഴിക്കുമ്പോൾ പിച്ചളപാത്രം കൊടുക്കും. കുഞ്ഞുങ്ങൾ മംഗലത്തിൽ പോകുമ്പോന്നോ അല്ലെ കുഞ്ഞിമംഗലം പിച്ചളപാത്രം കൊണ്ട് പറുദീസ. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിരം ചോദ്യമാണ് പന്നിയൂർ. കുരുമുളകൊക്കെ പന്നി വന്നിട്ട് കുത്തി നശിപ്പിച്ചു. പന്നിയൂർ കുരുമുളക് ബൈഹാർട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് പന്നിയൂർ. കേരള ഫോക്ലോർ അക്കാദമി, അതും ഇമ്പോർട്ടന്റ് ആണ്. ചിറക്കൽ രാജവംശം നമ്മൾ പറഞ്ഞെങ്കിൽ കേരള ഫോക്ലോർ അക്കാദമി, ഒരുപാട് നാടൻ കലകളുള്ള നാടാണ് കണ്ണൂർ. ഫോക്ലോർ അക്കാദമി ചിറക്കൽ. കേരള സർവകലാശാലയല്ല, കണ്ണൂർ സർവകലാശാല. തിരിക്കരുത്, കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം മങ്ങാട്ടുപറമ്പ്. കണ്ണൂർ സർവകലാശാല മാങ്ങ പറിക്കുന്ന പറമ്പിലാണ്. അതുപോലെ വിമാനത്താവളം മൂർഖന്റെ പറമ്പിലാണ്. ഇതൊക്കെയാണ് ഞാൻ പണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന കോഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. വിമാനത്താവളം, കണ്ണൂരിന് വിമാനത്താവളം ഉണ്ട്, അത് കംപ്ലീറ്റ് മൂർഖൻ പാമ്പുള്ള പറമ്പിലാണ്. അവിടെ പഠിക്കാൻ പോകുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാരോ ഫുള്ള് മാങ്ങുള്ള പറമ്പിലാണ്. മാങ്ങുള്ള പറമ്പ്, മൂർഖനുള്ള പറമ്പ്. മാങ്ങയുള്ള പറമ്പിൽ എന്തുണ്ട്? അതാ കണ്ണൂർ സർവകലാശാല. മൂർഖൻ പാമ്പുള്ള പറമ്പിൽ എന്തുണ്ട്? അതാ കണ്ണൂർ വിമാനത്താവളം. 2018 മട്ടന്നൂർ ആട്ട സ്ഥലം 2018 കേരളത്തിലെ 4ാമത്തെ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. പൈതൽമല, പുരളിമല, ഏഴിമല എവിടെയാ മക്കളെ? കണ്ണൂരാണെന്ന് പറയണം നിങ്ങൾ. പൈതൽമല, പുരളിമല, ഏഴിമല കേട്ടോ. 7 ദിവസവും ചെറിയ പൈതൽ മക്കളെ ഇങ്ങനെ മേത്ത് ഇങ്ങനെ പുരട്ടു. ചെറിയ ജനിച്ചപ്പോൾ നിങ്ങൾ കാണല്ലേ, ജനിച്ച കുട്ടി ഇങ്ങനെ പുരട്ടി കൊടുക്കും എന്തെങ്കിലുമൊക്കെ എണ്ണയൊക്കെ അല്ലേ. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ, അവിടെ ഈ കണ്ണിനൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് ചെറിയ മക്കൾ ഇങ്ങനെ പുരട്ടാണ്. അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചിട്ടോ. തെയ്യം, പൂരക്കളി, വേടൻപാട്ട്, കോത്തമൊഴി കേട്ടോ. ഇപ്പൊ കോതാമൊഴി, അതുപോലെ തന്നെ വേടൻപാട്ട്, പൂരക്കളി, തെയ്യമൊക്കെ എവിടെയുണ്ട്? കണ്ണൂരുണ്ട്. ഞാനിതാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്. നിങ്ങൾ ഇത് 1 എന്ന് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ശരിയല്ലാത്തത് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇത്രയും നേരം കണ്ണൂരിനെ കുറിച്ച് പഠിപ്പിച്ചു, അതിലേറ്റവും ഇമ്പോർട്ടന്റ് കണ്ണൂർ ജില്ല രൂപീകരിച്ച വർഷമാണ്. വിത്ത് ഡേറ്റ് നിങ്ങൾ കമന്റ് ചെയ്യണം. ആലപ്പാലക്കോഴിക്ക് 57 കണ്ണാണ്. ആലപ്പാലക്കോഴിക്ക് 57 കണ്ണാണ്. ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്. അപ്പൊ നിങ്ങൾ വിത്ത് ഡേറ്റ് മാറ്റണ്ട കേട്ടോ. അപ്പൊ ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കണം. അതുകൊണ്ട് ഡേറ്റ് പറയാ. ആലപ്പാലക്കോഴിക്ക് 57 കണ്ണാണ്. അപ്പൊ ഏത് ഡേറ്റിലാണ് കണ്ണൂർ ജില്ല രൂപീകരിച്ചത്? ഈ ചോദ്യത്തിന് ഉത്തരവ് നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ ആണ്. നമുക്ക് വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളത്തൂടെയൊക്കെ സഞ്ചരിക്കണമെങ്കിൽ ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതും പറയുക. ഡിസ്ലൈക്ക് അടിച്ചോളൂ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.